ഹായ് സൽമ മാഡം, എങ്ങനെയുണ്ട് തായ്ലൻഡ് ഒക്കെ? തായ്ലൻഡ് ഒന്നും പറയാല്ല. സത്യത്തിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ദിവസം. കാരണം ഇന്ന് പുലർച്ചെ രാവിലെ നമ്മള് 4:30 ഇവിടെ എത്തിയത് മുതൽ തന്നെ കണ്ണ് തള്ളുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണല്ലോ അല്ലെ? ഞാൻ മോഡിക്കർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് വിൻ ചെയ്യുന്നത്. ഒരുപാട് പ്രാവശ്യം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിലും കൊറോണ കാലൊക്കെ ആയ കാരണം അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് കാശ് കമ്പനി തന്നായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എടുത്ത അങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ തായ്ലൻഡ് ഇങ്ങനെയുള്ള ഒരു സിറ്റി ഞാൻ കാണില്ലായിരുന്നു. കാരണം വന്നപ്പോഴാണ് നമുക്ക് ഇവിടെ നിന്നത്തെ ഒരു കാഴ്ചകളും കമ്പനി നമുക്ക് തരുന്ന ഫെസിലിറ്റീസ് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തായ്ലൻഡ് ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ഹോട്ടലിൽ നമുക്കൊരു താമസം, അതോടൊപ്പം തന്നെ ഫുഡ്, അത് ഒരു രക്ഷയില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മതി നമുക്ക് കണ്ണ് തള്ളാൻ. ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ്. ആദ്യത്തെ പ്രാവശ്യം ഹസ്ബൻഡ് ഉണ്ട്, പ്രാവശ്യം ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഞാൻ വിചാരിക്കുന്നത് ഇനി മക്കളെയും കൂടി കൊണ്ടുവരണം. തീർച്ചയായും ഇവിടെ ഒരു 8 വർഷം 9 വർഷം ഈ ബിസിനസ്സിൽ പിടിച്ചു നിന്നപ്പോ ഒരുപാട് മാറ്റങ്ങളാണ് ലൈഫിൽ ഉണ്ടായത്. അതില് ഏറ്റവും പറയേണ്ടത് ഈ ട്രിപ്പ് തന്നെ. അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകണം, ഹസ്ബൻഡൊക്കെ കൂട്ടി യാത്ര ചെയ്യണം. നമ്മളെ ഒരു സാധാരണക്കാരായതുകൊണ്ട് നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അത് എപ്പോഴും നഷ്ടപ്പെടും. ബാക്കി വെക്കാനോ ഒരു യാത്രക്കുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഇവിടെ മോദി കേരള എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രിപ്പ് ഫണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ ഇപ്പൊ ഞാൻ അച്ചീവ് ചെയ്തു. പക്ഷെ ട്രിപ്പ് ഫണ്ട് അവിടെ വന്ന് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഹസ്ബൻഡിന് ടിക്കറ്റ് എടുത്തു കൊടുക്കാനും ഹസ്ബൻഡിനെ അതിൽ കൂട്ടുകൂടിക്കാനും പറ്റി. അപ്പോൾ സൽമാ മാഡത്തിനും എല്ലാവർക്കും ഇത് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം അടുത്ത ട്രിപ്പ് വരുമ്പോൾ എന്തായാലും ഫാമിലിയെ കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് കമ്പനി ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം. കാരണം നമ്മൾ 4 ചുമരിന്റെ അപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ അറിയാത്തത് നമ്മൾ തായ്ലൻഡിൽ വരുന്നു, ട്രിപ്പ് എൻജോയ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അത് ഈ കമ്പനീന്റെ പൊട്ടൻഷ്യലാണ്. അത് തീർത്തും സാധാരണഗതിയിൽ ആളുകൾ ഇപ്പോ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായക്കായി മക്കളൊക്കെ കല്യാണം കഴിച്ച് ഒക്കെയാണ് വിദേശ ട്രിപ്പുകളൊക്കെ ആളുകൾ പോവാം. പിന്നെ ബാക്കി വെച്ച കാശ് കൊണ്ടൊക്കെയാണ് പോവാറുള്ളത്. പക്ഷെ നമ്മളെ പോലെ ചെറുപ്പക്കാരുള്ളവർ അത്രയും സമ്പന്നരായ ആളുകളെ പോവാറുള്ളൂ. അവിടെയും പ്രശ്നമുണ്ട്. അവിടെ നമ്മൾ തായ്ലൻഡിൽ പോകുക പറയുമ്പോൾ നമ്മൾ സ്വന്തം എക്സ്പെൻസിലാണ് നമ്മൾ പോവുക. പിന്നെ അവിടുത്തെ റൂമും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ അറിയണ്ടേ. ഇത് നമ്മൾ ഒന്നും അറിയുന്നില്ല. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു, ഇവിടുന്ന് ഫുള്ള് കമ്പനി 4 ദിവസം, ഇനിയുള്ള 4 ദിവസം നമുക്ക് കമ്പനീന്റെ എല്ലാവിധ കാര്യങ്ങളും എങ്ങനെയുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ? ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോ തന്നെ എന്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം അന്ന് ഇന്നത്തെ രാവിലത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പല വർണ്ണങ്ങളിലും പല തരങ്ങളിലും രാജാവിനെ പോലെ അതാ കറക്റ്റ് രാജാവിന്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും ഒരു സംശയമില്ല, അടുത്ത ട്രിപ്പ് ഞാൻ ഒറ്റയ്ക്ക് വരില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. എന്തായാലും എന്റെ കൂടെയുള്ള മോഡിക്കർ ഫാമിലി മെമ്പേഴ്സിനും വിത്ത് ഫാമിലി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അടുത്ത എന്റെ വരവുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. ഇനി നമ്മള് ടീമിൽ ഒരുപാട് ആളുകളെ അച്ചീവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫാമിലീസ് മാഡം കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോഴാണ് എന്റെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് വന്നത്. എന്തായാലും അടുത്ത പ്രാവശ്യം എനിക്കും പോകണം എന്നുള്ള ഒരു സ്പാർക്ക് വന്നത്. എന്തായാലും നമ്മുടെ ടീമിലൊക്കെ ഒരുപാട് ആളുകൾ എന്തായാലും ഫാമിലി ആയിട്ട് തന്നെ വരുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം ആളുകൾക്ക് ഇത് ശരിക്കും തിരിച്ചറിയേണ്ടതാണ്. ലൈഫിൽ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ മക്കളെ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചെലവുകൾ കഴിഞ്ഞ് ബാക്കിയൊക്കെ നമുക്ക് ഇത്ര ട്രിപ്പിലൂടെ സാധിക്കില്ല. മോദി കെയറിലൂടെ ഇവിടെ ട്രിപ്പ് ഫണ്ടും നമുക്ക് കാർ ഫണ്ടും എല്ലാം നമുക്ക് കമ്പനി തരുന്നുണ്ട്. നമ്മൾ ലൈഫിൽ ഇത് അറിയാതെ നമുക്ക് നമ്മളതിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് സത്യം. ഇത് കാണുന്ന ഓരോ ആളുകളും തിരിച്ചറിയാം. എന്നെ പോലെ സൽമാ മാഡത്തിനൊക്കെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ട്രിപ്പ് അച്ചീവ് ചെയ്ത് എൻജോയ് ചെയ്ത് ഒരുപാട് ആളുകളുമായിട്ട് ടോപ്പ് ലീഡർഷിപ്പുമായിട്ടൊക്കെ ഇവിടെ സഹകരിച്ച് മുന്നോട്ട് അടിച്ചു പൊളിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോദി കെയർ എന്ന ഒരു കമ്പനിയുടെ ഈ ഒരു ബിസിനസിന്റെ ഒരു പവറാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുക. ജയ് മോഡി കെയർ.